നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം അടുത്തെത്തിയതോടെ കേരളത്തിലെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധി വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ക്ഷേമ പെൻഷൻ 2 മാസത്തെ ഒരുമിച്ച് ലഭിക്കുമോ? ഓണക്കിറ്റ് എപ്പോൾ വിതരണം ചെയ്യും? ആർക്കൊക്കെയാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നത്? സപ്ലൈകോ വഴി കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കിറ്റുകൾ എന്തൊക്കെയാണ്? പുതിയ റേഷൻ കാർഡിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ടോ? അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് DA വർദ്ധിപ്പിച്ചോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിൽ ചില കാര്യങ്ങൾക്ക് ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഓരോ വിഷയവും വേർതിരിച്ച് പരിശോധിക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജൂലൈ ക്ഷേമ പെൻഷൻ 2 മാസത്തെ പണം ഒരുമിച്ച് ലഭിക്കുമോ എന്ന് പല മാധ്യമ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന നിരവധി ആളുകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ എന്ന തരത്തിലുള്ള വാർത്തകളും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് നൽകുമെന്ന് ഔദ്യോഗിക സർക്കാർ പ്രഖ്യാപനം വന്നതായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജോ യൂട്യൂബ് വീഡിയോയോ ഫേസ്ബുക്ക് പോസ്റ്റോ കണ്ടതിന്റെ പേരിൽ 2 മാസത്തെ തുക ഉറപ്പായും ലഭിക്കുമെന്ന് കരുതരുത്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓണത്തോടനുബന്ധിച്ച് ആധികാരികമായ ഒരു മാസത്തെ പെൻഷൻ കൂടി നൽകുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക ഉത്തരവോ സ്ഥിരീകരണമോ ലഭിക്കുന്നത് വരെ അത് ഒരു സാധ്യതയായി മാത്രം കാണുന്നതാണ് സുരക്ഷിതം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പെൻഷൻ ലഭിക്കുന്നവർ പലരും ഈ തുക ആശ്രയിച്ച് വീട്ടിലെ ഓണം ചിലവുകൾ തീരുമാനിക്കുകയാണ്. അതിനാൽ സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ തുക, തീയതി, അർഹരായവർ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പായി പറയാൻ കഴിയുകയുള്ളൂ. ഇനി പെൻഷൻ ഗുണഭോക്താക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തിലേക്ക് വരാം. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങളും ആധാർ ബന്ധിപ്പിക്കലും ആവശ്യമായ നടപടികളും ശരിയായ നിലയിലുണ്ടെന്ന് ഉറപ്പാക്കണം. പ്രത്യേകിച്ച് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് KYC, ആധാർ ലിങ്കിങ്, മസ്റ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ഒരേ രീതിയിൽ വീണ്ടും എല്ലാ നടപടികളും ചെയ്യണമെന്നല്ല. നിങ്ങളുടെ രേഖകൾ നിലവിൽ ശരിയാണോ, എന്തെങ്കിലും അപ്ഡേറ്റ് ആവശ്യമായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. മസ്റ്ററിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അക്ഷയ സെന്റർ വഴി നടപടികൾ പൂർത്തിയാക്കാം. അതിനാൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവർ ആദ്യം സ്വന്തം പെൻഷൻ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കുക. ആധാർ നമ്പർ ശരിയായ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ബാങ്ക് KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ? മസ്റ്ററിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മൊബൈൽ നമ്പർ പോലുള്ള അടിസ്ഥാന വിവരങ്ങളിൽ മാറ്റമുണ്ടോ? ഇവ പരിശോധിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ഓർക്കണം. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും പെൻഷൻ ഉടൻ മുടങ്ങുമെന്ന രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന പ്രചാരണങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ വ്യക്തിഗത രേഖകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓണക്കിറ്റ് ആരൊക്കെയാണ്, ഇനി അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓണം അടുത്തെത്തുമ്പോൾ കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സൗജന്യ ഓണക്കിറ്റ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നാളെ മുതലാണ് ഓണക്കിറ്റ് വിതരണം ആരംഭിക്കാൻ തീരുമാനം. പ്രധാനമായും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും കിറ്റ് ലഭിക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഓണക്കിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണെന്ന് കരുതരുത്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അർഹതാ മാനദണ്ഡങ്ങളും വിതരണ ക്രമങ്ങളും അനുസരിച്ചായിരിക്കും വിതരണം. കിറ്റിൽ വിവിധ ഭക്ഷ്യ വസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 16 ഇനങ്ങൾ ഉൾപ്പെട്ട ഓണക്കിറ്റാണ് ഇത്തവണ തയ്യാറാക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് അരി മാത്രമല്ല, 16 ഇനം ഓണസദ്യക്ക് ആവശ്യമായ വിവിധ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കുടുംബത്തിന് ഓണക്കാലത്ത് സഹായകരമാകുന്ന രീതിയിലാണ് ഓണക്കിറ്റ് ഒരുക്കുന്നത്. റേഷൻ കാർഡ് കയ്യിലുണ്ടെന്ന കാരണത്താൽ മാത്രം ഏത് ഉടമയ്ക്കും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുമെന്ന് കരുതരുത്. നിങ്ങളുടെ റേഷൻ കാർഡ് വിഭാഗത്തിനും സർക്കാർ പ്രഖ്യാപിച്ച അർഹതയും പരിശോധിക്കണം. വിതരണ തീയതി എത്തിയാൽ റേഷൻ കടയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. കിറ്റ് ലഭിക്കേണ്ട വ്യക്തി നേരിട്ട് പോകണമോ, കുടുംബത്തിലെ മറ്റൊരാൾക്ക് വാങ്ങാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ പ്രാദേശിക വിതരണ നിർദ്ദേശങ്ങൾ ബാധകമായേക്കാം. അതിനാൽ നിങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പ് കൂടി പരിശോധിക്കുക. വീണ്ടും പറയട്ടെ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ലിസ്റ്റിനെ സർക്കാർ വകുപ്പിന്റെ അറിയിപ്പാണെന്ന് മുൻഗണന നൽകേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. സൗജന്യ കിറ്റിനോടൊപ്പം സപ്ലൈകോ വഴി ലഭിക്കുന്ന സബ്സിഡി കിറ്റുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. സൗജന്യ സർക്കാർ ഓണക്കിറ്റും സപ്ലൈകോയുടെ സബ്സിഡി കിറ്റും ഒരേ കാര്യമല്ല. ഇത് പലരും തമ്മിൽ കലർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. സപ്ലൈകോയും
സപ്ലൈകോ വഴി വിവിധ വില നിലവാരത്തിലുള്ള ഓണക്കിറ്റുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇവിടെ പറയുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 3 തരത്തിലുള്ള കിറ്റുകളാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്നാമത്തേത് അത്തം കിറ്റാണ്. അതിന്റെ വില 1000 രൂപയാണ്. കിറ്റിലെ സാധനങ്ങളുടെ മൊത്തം മൂല്യം ഏകദേശം 1228 രൂപയുടെ കണക്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. രണ്ടാമത്തേത് ഉത്രാടം കിറ്റാണ്. ഇതിന്റെ വില 1500 രൂപയാണ്. സാധനങ്ങളുടെ മൂല്യം ഏകദേശം 1900 രൂപ വരെയാണ്. മൂന്നാമത്തേത് തിരുവോണം സ്പെഷ്യൽ കിറ്റാണ്. ഇതാണ് ഏറ്റവും വില ഉയർന്ന കിറ്റ്. വിൽപ്പന ഏകദേശം 2500 രൂപയാണ്. സാധനങ്ങളുടെ മൂല്യം വരുന്നത് 3000 രൂപ വരെയാണെന്നാണ് പറയുന്നത്. ഇവിടെ വീണ്ടും ഒരു കാര്യം ഓർക്കണം, ഇവ സൗജന്യ കിറ്റുകളല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് സപ്ലൈകോ വഴി നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന കിറ്റുകളാണ്. ഇനി സബ്സിഡി നിരക്കിൽ വാങ്ങാൻ കഴിയുന്ന കിറ്റുകൾ ആയതുകൊണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 3000 രൂപയുടെ സൗജന്യ കിറ്റ് എന്ന രീതിയിലുള്ള തലക്കെട്ടുകൾ കണ്ടാൽ ശ്രദ്ധിക്കുക. അത് തെറ്റായ പരാമർശങ്ങളാണ്. പിന്നെ ഏത് കിറ്റ് വാങ്ങണം എന്നുള്ള ചോദ്യമുണ്ട്. ഇത് ഓരോ കുടുംബത്തിന്റെയും ആവശ്യത്തിന് അനുസരിച്ചായിരിക്കും. ഒരു കുടുംബത്തിന് 1000 രൂപയുടെ കിറ്റ് മതിയാവും. മറ്റൊരു കുടുംബത്തിന് കൂടുതൽ സാധനങ്ങൾ ഉൾപ്പെടുന്ന 1500 രൂപയുടെ കിറ്റുകൾ ഉൾപ്പെടാം. ഓണസദ്യക്കായി കൂടുതൽ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന വിലയുള്ള കിറ്റ് പരിഗണിക്കാം. പക്ഷെ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കിയ ശേഷം മാത്രമേ വാങ്ങാവൂ. വീട്ടിൽ ഇതിനകമുള്ള സാധനങ്ങൾ വീണ്ടും വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വില മാത്രം നോക്കാതെ കിറ്റിന്റെ ഉള്ളടക്കം കൂടെ നോക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇനി റേഷൻ കാർഡ് സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് ആണ്. മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ലഭിക്കാനുള്ള അപേക്ഷകളും പരിശോധനകളും സംബന്ധിച്ച് നിരവധി ആളുകൾ ഇപ്പോഴും വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പുതിയ അപേക്ഷകൾ, വിഭാഗമാറ്റം, മുൻഗണനാ കാർഡ് സംബന്ധിച്ച പരിശോധനകൾ തുടങ്ങിയ നടപടികൾ സർക്കാർ സംവിധാനത്തിലൂടെ പുരോഗമിച്ചു കഴിഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓരോ പുതിയ നിയമവും സർക്കാർ ഉത്തരവായി കാണരുത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ വരുമാനം, സ്വത്ത്, വാഹന ഉടമസ്ഥത, വീട്ടിന്റെ വലിപ്പം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള വിവരങ്ങൾ പ്രചരിക്കാറുണ്ട്. ഇതിലേതെങ്കിലും മാറ്റം ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ പ്രാബല്യത്തിലുള്ള നിയമമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഷയമാണ് ഡിയർനെസ് അലവൻസ് അഥവാ DA വർധനവിനെ കുറിച്ച് പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത്ര ശതമാനം DA വർദ്ധിച്ചു, അടുത്ത മാസത്തിനുള്ളിൽ പുതിയ DA, ഓണത്തിന് മുൻപ് കുടിശ്ശിക ലഭിക്കും തുടങ്ങിയ തലക്കെട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ 1% വർധനവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ ഇത് ഉറപ്പായ വാർത്തയായി കാണരുത്. DA വർധനവിനെ സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ പുതിയ നിരക്ക്, പ്രാബല്യ തീയതി, കുടിശ്ശിക തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഔദ്യോഗിക ഉത്തരവ് ലഭിക്കാത്ത കാര്യം വിശ്വസിക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. അത് 3-ാം തീയതിയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും ഒരുമിച്ച് തരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പല മാധ്യമങ്ങളും. പക്ഷെ ആ ഒരു സാഹചര്യം ഇല്ലാതായി. ഇനി സെപ്റ്റംബർ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും ചേർന്ന് ഒരുമിച്ച് തരുമെന്നെല്ലാം പറഞ്ഞ് പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതും ഒരു വ്യാജ വാർത്തയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണെന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുക. ബാങ്ക് KYC അതുപോലെ ആധാർ ലിങ്കിങ് എല്ലാം ചെയ്തു തീർക്കുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.